In the morning, I usually go for a walk. After the meeting, we went for lunch. Before the exam, I will revise my chapters. നിങ്ങൾ നോക്കൂ. In the morning, I usually go for a walk. After the meeting, we went. Before the exam, I will revise. എന്താണ് മാറ്റം? കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്, പ്രിപ്പോസിഷനിൽ തുടങ്ങുന്നതും പ്രിപ്പോസിഷനിൽ അവസാനിക്കുന്നതുമായ സെന്റൻസുകൾ എങ്ങനെയാണ് അതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. കുറേ ദിവസങ്ങളായിട്ട് അത് ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ലെവൽ ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്നത് കൊണ്ട് ഇതിൻ്റെ കാര്യം ഞാൻ അങ്ങ് വിട്ടുപോയി. പക്ഷേ കുറച്ച് ദിവസം മുമ്പ് ഇന്നലെയും കണ്ടതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതൊന്ന് പറഞ്ഞു തന്നേക്കാം എന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളിപ്പോൾ നോക്കൂ, ഇൻ ദ മോർണിംഗ് എന്ന് പറഞ്ഞതോ ഇത് പ്രിപ്പോസിഷൻ ആദ്യം വരുന്നതോ കേട്ടോ. അപ്പോൾ ഇൻ ദ മോർണിംഗ് എന്നുള്ളത് ഒരു പ്രിപ്പോസിഷൻ ആണോ? ആഫ്റ്റർ മീറ്റിംഗ് എന്നുള്ളത് പ്രിപ്പോസിഷൻ ആണോ? ബിഫോർ ദ എക്സാം എന്നുള്ളത് പ്രിപ്പോസിഷൻ ആണോ? നിങ്ങൾ തന്നെ പറയൂ. പ്രിപ്പോസിഷൻ ആണ്. അതിനെ നമ്മൾ പ്രിപ്പോസിഷൻ ഫ്രേസ് എന്നാണ് പറയുന്നത്. ഇൻ ദ മോർണിംഗ് എന്ന് പറയുന്നത് ഇൻ എന്താണ് അവിടെ? പ്രിപ്പോസിഷൻ ആണ്. ആഫ്റ്റർ മീറ്റിംഗ് എന്നുള്ളതിൽ ആഫ്റ്റർ എന്താണ്? പ്രിപ്പോസിഷൻ ആണ്. ബിഫോർ ദ എക്സാം എന്നുള്ളതിൽ ബിഫോർ എന്താണ്? പ്രിപ്പോസിഷൻ ആണ്. അപ്പോൾ ഇനി നമ്മൾ കുറേ നോക്കുകയാണെങ്കിൽ ഫോർ ദ റീസൺ, അവിടെ ഫോർ എന്താണ്? പ്രിപ്പോസിഷൻ ആണ് അല്ലെ? അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്നത് പ്രിപ്പോസിഷൻ ഫ്രേസ് എന്നാണ്. പ്രിപ്പോസിഷൻ കഴിഞ്ഞിട്ട് ഒരു നൗൺ അല്ലെ, ഫോർ ദ മീറ്റിംഗ്, ഫോർ പ്രിപ്പോസിഷൻ ആണ്, മീറ്റിംഗ് നൗൺ ആയിട്ട് വന്നു. ഇനി ബിഫോർ ദ എക്സാം, ബിഫോർ പ്രിപ്പോസിഷൻ ആണ്, എക്സാം നൗൺ ആയിട്ട് വന്നു. ഇൻ പ്രിപ്പോസിഷൻ ആണ്, ദ മോർണിംഗ് നൗൺ ആയിട്ട് വന്നു. അപ്പോൾ പ്രിപ്പോസിഷൻ കഴിഞ്ഞിട്ട് ഒരു നൗൺ വരുന്നതിനെ നമ്മൾ പ്രിപ്പോസിഷൻ ഫ്രേസ് എന്നാണ് പറയുന്നത്. അപ്പൊ അത് നമ്മൾ സാധാരണ എങ്ങനെ പറയാ? യൂഷ്വലി നമ്മൾ എങ്ങനെ പറയാ? ഐ യൂഷ്വലി ഗോ ഫോർ എ വാക്ക് ഇൻ ദ മോർണിംഗ് എന്ന് പറഞ്ഞാലും തെറ്റല്ല. ഇൻ ദ മോർണിംഗ് ഐ യൂഷ്വലി ഗോ ഫോർ എ വാക്ക് എന്ന് പറഞ്ഞാലും തെറ്റല്ല. രണ്ടും ശരി തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ എന്താ അങ്ങനെയൊക്കെ പറയാൻ കാര്യം? നമ്മള് സാധാരണ സംസാരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ സംസാരിക്കുന്നത്? ഈ പ്രിപ്പോസിഷൻ ഫ്രേസിനെ അവസാനം കൊണ്ടിട്ടാണ് സംസാരിക്കുന്നത്. നമ്മൾ അങ്ങനെ സംസാരിച്ച് പഠിച്ചു പോയി, അത്രയേ ഉള്ളൂ പ്രശ്നം. അപ്പോൾ പ്രിപ്പോസിഷൻ ആദ്യം വരുന്ന സെന്റൻസ് എങ്ങനെയാണ്? ഇൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രിപ്പോസിഷൻ ആദ്യം വരില്ല. ഫോർ എന്ന് പറഞ്ഞിട്ടും പ്രിപ്പോസിഷൻ ആദ്യം വരില്ല. വിത്ത് എന്ന് പറഞ്ഞിട്ട് പ്രിപ്പോസിഷൻ ആദ്യം വരില്ല. പക്ഷെ സെന്റൻസിൽ ആദ്യം വരുന്നത് എന്താണ്? പ്രിപ്പോസിഷൻ ഫ്രേസ് ആണ് ആദ്യം വരുന്നത്. അപ്പൊ പ്രിപ്പോസിഷൻ ഫ്രേസിന് ഫോർ എക്സാമ്പിൾ കുറേ നമുക്ക് പറയാൻ കഴിയും. അറ്റ് നൈറ്റ്, അതല്ലേ? അറ്റ് പ്രിപ്പോസിഷൻ ആണ്, നൈറ്റ് എന്തായി നൗണായി. അപ്പൊ ഒരു പ്രിപ്പോസിഷനും ഒരു നൗണും കൂടെ വന്നു. അപ്പൊ അതെന്തായി? പ്രിപ്പോസിഷൻ ഫ്രേസ് ആയി. ഇൻ ദ ഈവനിങ്, ഇൻ പ്രിപ്പോസിഷൻ ആയി. പിന്നെ ബിഫോർ ദ ലഞ്ച്, ആഫ്റ്റർ ദ ലഞ്ച്, ആ ബിഫോറും ആഫ്റ്ററും ഒക്കെ എന്താണ്? പ്രിപ്പോസിഷൻ ആണ്. അറ്റ് ദ പാർക്ക്, നിയർ ദ ചർച്ച്. അപ്പൊ ഇനി പ്രിപ്പോസിഷൻ അറിഞ്ഞില്ലെങ്കിൽ ഞാൻ പ്രിപ്പോസിഷന്റെ ക്ലാസ് തന്നെ എടുത്തിട്ടുണ്ട്, അതിന് ലിങ്ക് തരാം, നിങ്ങളത് പഠിക്കുക. അപ്പൊ ഏത് പ്രിപ്പോസിഷൻ ആണോ ആ പ്രിപ്പോസിഷൻ വന്നിട്ട് അതിന്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ നൗണും കൂടെ കൂട്ടിച്ചേർന്ന് അറ്റ് ദ ചർച്ച്. അപ്പൊ എല്ലാം അങ്ങനെ പ്രിപ്പോസിഷൻ വന്നിട്ട് അതിന്റെ അടുത്ത് നമ്മുടെ നൗൺ വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രിപ്പോസിഷൻ ഫ്രേസ് ആണ്. അത് നമുക്ക് സെന്റൻസിന്റെ ആദ്യം കൊടുത്ത് സംസാരിക്കാൻ പറ്റും. നിയർ ദ പാർക്ക് ചിൽഡ്രൻ ആർ പ്ലേയിങ്. ചിൽഡ്രൻ ആർ പ്ലേയിങ് നിയർ ദ പാർക്ക്. രണ്ടും ശരിയാണ്. അപ്പോൾ നമ്മൾ ഈ നിയർ ദ പാർക്ക് എന്നുള്ളത് പ്രിപ്പോസിഷൻ ഫ്രേസ് ആണ്. അത് നിങ്ങൾ ഓർത്തു വെക്കാം. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നിങ്ങൾക്ക് സംശയമില്ലല്ലോ. പ്രിപ്പോസിഷൻ ഫ്രേസ് എന്ന് പറയുന്നത് ഒരു പ്രിപ്പോസിഷനും അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു നൗണും കൂടെ വരുന്ന പ്രിപ്പോസിഷൻ ഫ്രേസ് ആണ്. അത് സെന്റൻസിന്റെ ആദ്യമോ അവസാനമോ കൊടുത്തിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയും. ഇനി അവർ ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്, പ്രിപ്പോസിഷൻ സെന്റൻസിന്റെ അവസാനം കൊടുത്തിട്ട് സംസാരിക്കാൻ കഴിയുമോ എന്ന്. പറ്റും. പക്ഷെ അങ്ങനെ പറയലുണ്ടോ എന്ന് ചോദിച്ചാൽ
നമ്മൾ വളരെ കുറവെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. പക്ഷേ പ്രിപ്പോസിഷൻ നമുക്ക് സെന്റൻസിന്റെ അവസാനം കൊടുത്ത് പറയാം. പക്ഷെ നമ്മൾ അങ്ങനെ ചോദിക്കുന്നത് കൂടുതലും ചോദ്യങ്ങളായിരിക്കും എന്നാണ് വ്യത്യാസം. വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ? ഫോർ പ്രിപ്പോസിഷൻ വന്നു. എന്താണ് നിങ്ങൾ അന്വേഷിക്കുന്നത്, എന്താണ് നിങ്ങൾ തിരയുന്നത്, എന്താണ്? വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ പ്രിപ്പോസിഷൻ ആണ് അവിടെ ഫോർ. പക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞ ഈ പ്രിപ്പോസിഷനെ കൊണ്ട് ആദ്യം കൊടുക്കുക. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ വാട്ട് എന്താണ് ഫോർ വാട്ട് ആർ യു അങ്ങനെ ചോദിക്കത്തില്ല. കാര്യം എന്താ? ആദ്യം കൊടുക്കണമെങ്കിൽ അതെന്തായിരിക്കണം? പ്രിപ്പോസിഷൻ ഫ്രേസ് ആയിരിക്കണം. നമ്മൾ അവസാനം കൊടുക്കുന്നത് എന്താണ്? പ്രിപ്പോസിഷൻ ആണ്. വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ പ്രിപ്പോസിഷൻ ആണ്. വിച്ച് ഹൗസ് ഡിഡ് യു മൂവ് ഇൻ ടു? ഏത് വീട്ടിലോട്ടാണ് നിങ്ങൾ മൂവ് ചെയ്തത്? വിച്ച് ഹൗസ് ഡിഡ് യു മൂവ് ഇൻ ടു? അപ്പോൾ ഇതൊക്കെ ഇൻറ്റു ഒക്കെ എങ്ങനെയാണെന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ പ്രിപ്പോസിഷൻ അറിഞ്ഞേ പറ്റത്തുള്ളൂ. ഏതൊക്കെയാണ് പ്രിപ്പോസിഷൻ, അതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ എന്താണ് എന്നൊക്കെ നമ്മൾ അറിയണം. അതിനാണ് ഞാനിപ്പോൾ പ്രിപ്പോസിഷൻ്റെ ലിങ്ക് തന്നത്. നിങ്ങളതൊന്ന് കേൾക്കുക, പഠിക്കുക. അപ്പോൾ ആ പ്രിപ്പോസിഷനെ കൊണ്ടുവന്ന് നമ്മൾ ആദ്യം കൊടുത്തു. അത്ര മാറ്റമേ നമ്മൾ വരുത്തുള്ളൂ. ചെറിയ ചെറിയ പ്രിപ്പോസിഷൻ ഫ്രേസ് അല്ല, പ്രിപ്പോസിഷനെ കൊണ്ടുവന്നിട്ട് സെൻറ്റൻസിൻ്റെ അവസാനം കൊടുക്കുമ്പോൾ അത് യൂഷ്വലി അല്ലെങ്കിൽ കൂടുതലും അതെന്താണ് ക്വസ്റ്റ്യൻ ആണ്. സെൻറ്റൻസും ഉണ്ട് കേട്ടോ, പറയാം. ദാറ്റ് ഈസ് ദ പ്രോബ്ലം വി വിൽ ഡീൽ വിത്ത്. നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന പ്രശ്നം അത് തന്നെയാണ്. ദാറ്റ് ഈസ് ദ പ്രോബ്ലം വി വിൽ ഡീൽ വിത്ത് ദാറ്റ് ഈസ് ദ പ്രോബ്ലം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ അങ്ങനെ പറയണമെങ്കിൽ അവിടെ ഒരു വിത്ത് ദ റീസൺ, ഒരു നൗണും കൂടെ വേണം. അങ്ങനെ എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. അപ്പോൾ വിത്ത് എന്ന് പറയുന്ന ആ പ്രിപ്പോസിഷൻ മാത്രം കൊടുക്കണമെങ്കിൽ അത് നമുക്ക് സെന്റൻസിന്റെ അവസാനമാണ് കൊടുക്കുക. ക്വസ്റ്റ്യൻ മാത്രമല്ല, സെന്റൻസും അതിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. That is the chair I sat on. ഞാൻ ഇരുന്ന കസേര അതാണ്, ചെയർ അതാണ്. എങ്ങനെയാ? That is the chair I sat on. ടെൻസ് അനുസരിച്ച് പ്രശ്നമൊന്നുമില്ല. ടെൻസ് നമുക്ക് പ്രിപ്പോസിഷൻ ടെൻസിൽ മാറില്ല അല്ലെ. ടെൻസ് അനുസരിച്ച് മാറുന്നത് എന്താണ്? വേർബ് മാത്രമാണ്. അപ്പൊ പിന്നെ എവിടെ വേണമെങ്കിലും പ്രിപ്പോസിഷൻ കൊടുക്കുന്നത് പ്രിപ്പോസിഷനെ ടെൻസ് ബാധിക്കില്ല, വേർബിനെയാണ് ടെൻസ് ബാധിക്കുന്നത്. അപ്പോൾ ഏത് ടെൻസിലും നമുക്ക് ഈ പ്രിപ്പോസിഷൻ ഉപയോഗിക്കാൻ കഴിയും. Whom are you waiting for? നീ ആരെയാണ് കാത്തിരിക്കുന്നത്? Whom are you waiting for? ആരെയാണ് കാത്തിരിക്കുന്നത്? This is the book I was talking about. ഞാൻ സംസാരിച്ച ബുക്ക് ഇതാണ്. This is the book I was talking about. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? സെന്റൻസിന്റെ അവസാനവും നമുക്ക് ഈ പ്രിപ്പോസിഷൻ കൊടുക്കാൻ പറ്റും. ക്ലിയർ ആയോ? പക്ഷേ ഇത് നമ്മൾ നാച്ചുറലായിട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കാം. ഇത് നമ്മൾ ഫോർമലായിട്ട് സംസാരിക്കലുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പൊ പറഞ്ഞ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് തന്നെ നമുക്ക് പറയാം. ദിസ് ഈസ് ദ ബുക്ക് ഐ വാസ് ടോക്കിംഗ് അബൌട്ട്. ഞാൻ സംസാരിച്ച ബുക്ക് ഇതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ച ബുക്ക് ഇതാണ്. ഈ ബുക്കിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. ഇത് ഇൻഫോർമലാണ്. പക്ഷേ നമുക്കിത് ഫോർമലായിട്ട് സംസാരിക്കല് കുറവാണ്. അങ്ങനെ സംസാരിക്കണമെങ്കിൽ നമ്മുടെ കുറച്ച് ആരുണ്ടായിരുന്നു? വിച്ച്, വാട്ട്, ദാറ്റ് അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ എടുത്താണ്. അവരെ കണക്ട് ചെയ്തിട്ട് വേണം ഇത് ഫോർമൽ ആക്കണം. ദിസ് ഈസ് ദ ബുക്ക് അബൌട്ട് വിച്ച് ഐ വാസ് ടോക്കിംഗ്. ദിസ് ഈസ് ദ ബുക്ക് അബൌട്ട് വിച്ച് ഐ വാസ് ടോക്കിംഗ്. അവിടെ നമ്മളൊരു വിച്ചിനെ അടിച്ചു, അത് ഫോർമലായിട്ട് മാറി. അപ്പൊ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കാൻ ഒന്നുമില്ല. പ്രിപ്പോസിഷൻ ആദ്യം കൊടുക്കണമെങ്കിൽ അതെന്തായിരിക്കണം? പ്രിപ്പോസിഷൻ ഫ്രേസ് ആയിരിക്കണം. നമ്മൾ അങ്ങനെ ഒരുപാട് സെന്റൻസുകൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ പ്രിപ്പോസിഷൻ ഫ്രേസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ആദ്യം ഒരു പ്രിപ്പോസിഷൻ വന്ന് പിന്നെ നൗൺ വരുന്നത് പ്രിപ്പോസിഷൻ ഫ്രേസ് ആണ്. ഈ പ്രിപ്പോസിഷൻ നമ്മൾ സെന്റൻസിന്റെ അവസാനം കൊടുക്കും. അവസാനം കൊടുക്കുന്നത് കൂടുതലും ക്വസ്റ്റ്യൻ ആയിരിക്കാം, സെന്റൻസിലുമുണ്ട്. രണ്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇത് ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇനി ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ട് എങ്കിൽ ആ ചോദിച്ച ആള് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നത് ഇതാണോ ഉദ്ദേശിച്ചെങ്കിൽ അതിൽ കൂടുതൽ എന്തെങ്കിലും അർത്ഥമാക്കിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സ് കൊടുക്കുക കേട്ടോ. ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇനി പ്രിപ്പോസിഷൻ ഫ്രേസ് മനസ്സിലാവാത്തതുണ്ടോ, അതല്ലെങ്കിൽ ഈ സെന്റൻസിന്റെ അവസാനം എന്തുകൊണ്ടാണ് ഫോർ ചേർത്തെ, അങ്ങനെ ഇൻറ്റു ചേർത്തെ, അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ നമ്മുടെ കമന്റ് ബോക്സ് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങൾ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്ന് ആ ബെൽ ബട്ടൺ ഒന്ന് ഞെക്കി നമ്മുടെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ
എനിക്കത് കാണുമ്പോൾ എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നലാണ്. അത് നിങ്ങൾ ചെയ്യണം, ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അത് ചെയ്യുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുകയാണ്. ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിക്കുക. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ക്ലാസ് ഓണത്തിന് ശേഷം നമ്മൾ തുടങ്ങേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.